ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിലെ അടുക്കള വേസ്റ്റും കരിയില പുല്ല് ഇതേപോലുള്ള വേസ്റ്റൊക്കെ എങ്ങനെ നമുക്ക് പച്ചക്കറികൾക്കും നമ്മുടെ ഫ്രൂട്ട്സ് പ്ലാന്റിനൊക്കെ ഉപയോഗിക്കാമെന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇത് നമ്മുടെ ആത്തമരമാണ്. ഇതിൽ നോക്കിയാൽ നിറയെ കായൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഞാൻ പ്രധാനമായിട്ടും കൊടുക്കുന്ന ഒരു വളം ചാരമാണ്. അപ്പോൾ ചാരം നമുക്ക് വീട്ടിലെ കരിയില കത്തിച്ചിട്ട് എടുക്കുന്ന ചാരമാണ് ഏറ്റവും നല്ലത്. അതിൽ നിറയെ പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ചെടികൾ പൂക്കാനും കായ്ക്കാനും ഒക്കെ സഹായിക്കും. കൂടാതെ നമ്മുടെ അടുക്കള വേസ്റ്റും ഒക്കെ നമുക്ക് ഈ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഇതിന് നല്ലൊരു വളമാണ്. മരത്തിൻ്റെ ചുവട്ടിലെ പുല്ലൊക്കെ മാറ്റി മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് വേണം നമ്മൾ ഇത് ഇട്ട് കൊടുക്കാൻ. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മണ്ണ് മൂടി ഇട്ട് കൊടുക്കാം. കൂടാതെ ഈ ആത്തമരത്തിനെ ബാധിക്കുന്ന ഒരു മീലിബഗിൻ്റെ ആക്രമണമാണ്. പിന്നെ വെള്ളീച്ചയുടെ ആക്രമണം ഉണ്ടാവാറുണ്ട്. കായിലും ഇലകളിലും ഒക്കെ ഒരു വെള്ളപ്പൊടി പോലെ ഉണ്ടാവും. അത് മാറാനായിട്ട് ഏറ്റവും നല്ലത് വേപ്പെണ്ണയാണ്. കീടങ്ങളുടെ ആക്രമണം മാറുന്നത് വരെ 1-2 ദിവസങ്ങളിൽ നമ്മൾ തളിച്ചു കൊടുക്കണം. കാരണം ജൈവ കീടനാശിനി ആയതുകൊണ്ട് പെട്ടെന്ന് റിസൾട്ട് കിട്ടില്ല. 1-2 ദിവസങ്ങളിൽ നമ്മൾ എന്തായാലും തളിച്ചു കൊടുത്ത് ഇത് മാറിക്കഴിയുമ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ തളിച്ചു കൊടുത്താനായിട്ട് മതിയാവും. നമ്മുടെ വീട്ടിൽ കുറേ പ്ലാന്റ്സും പച്ചക്കറികളും ഒക്കെ ഉള്ളപ്പോൾ അതിനെല്ലാത്തിനും വളം കൊടുക്കുന്നതും ക്ലീനാക്കലും മെയിനായിട്ട് ക്ലീനാക്കലും ഈ ഒരു മഴക്കാലത്ത് അത്യാവശ്യമാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ചെടികളൊക്കെ വെച്ച് ചട്ടികളോ ഇതൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ എടുത്ത് മാറ്റി വെക്കുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ കൊതുകൊക്കെ കുറഞ്ഞു കിട്ടും. കാരണം നമ്മുടെ വീട്ടിൽ കുറേ ചെടികളുണ്ടെങ്കിൽ എന്തായാലും കൊതുകൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലുള്ള തൊണ്ട് നമ്മൾ തേങ്ങയൊക്കെ പൊതിക്കുമ്പോൾ കിട്ടുന്ന തൊണ്ടൊക്കെ ഇതേപോലുള്ള ചാക്കിനകത്താക്കിയിട്ട് അതിനകത്ത് ഇങ്ങനെ അടുക്കി വെക്കുമ്പോൾ ചാക്ക് മറിയാതിരിക്കും. എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് കരിയിലയും ഇതേപോലുള്ള പുല്ലൊക്കെ, ഇപ്പോൾ പുല്ല് നമ്മളിങ്ങനെ കൊത്തി എവിടെയെങ്കിലുമൊക്കെ കൊണ്ടിട്ട് അവിടെ നിന്ന് വീണ്ടും കിളിർക്കും. അപ്പോൾ ഇതേപോലുള്ള ചാക്കുകളിലൊക്കെ ആക്കിയിട്ട് കരിയിലയും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കണം, എന്നാലേ വളമായിട്ട് വരികയുള്ളൂ. എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് നമുക്ക് ചെടി എന്താണെന്ന് വെച്ചാൽ നടാം. അപ്പോൾ പുല്ലും ഞാനിവിടെ കറിവേപ്പാണ് പറിക്കുന്നത്. അപ്പോൾ കറിവേപ്പ് നമ്മുടെ വീട്ടിലേക്ക് നിറയെ ഉള്ളതുകൊണ്ട് അതും ഞാൻ പറിച്ച് ഇടുന്നുണ്ട്. കാരണം മഴക്കാലത്ത് ഇതിങ്ങനെ പൊട്ടിക്കിളുത്താൽ പുല്ല് പോലെ തന്നെ കൊതുകൊക്കെ പെരുകും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നടുന്നത് നീലക്കാച്ചിലാണ്. അപ്പോൾ നീലയല്ല വയലറ്റ് കാച്ചിലാണ്. അത് നമ്മൾ നട്ടിട്ട് അതിന് പുറത്തേക്ക് നമുക്ക് കരിയില ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉണങ്ങിയ കരിയില ഇതേപോലെ വേനലിൽ നമ്മൾ എടുത്ത് ചാക്കിലൊക്കെ വെക്കുന്ന കരിയില നമുക്ക് ഇതേപോലെ ഇതിനകത്തേക്ക് നിറച്ച് കൊടുക്കാം. എന്നിട്ട് അത് മണ്ണ് വളരെ കുറച്ച് മതി കാച്ചിലിനും ചേമ്പിനും ഒക്കെ. അപ്പോൾ നമുക്ക് മണ്ണ് വെയിറ്റും കുറഞ്ഞു കിട്ടും. മഴക്കാലത്ത് നടാൻ പറ്റിയ പച്ചക്കറികളൊക്കെ നടാം. ഇത് മഞ്ഞൾ, അപ്പം അങ്ങനെയൊക്കെയുള്ള അടതാപ്പ്. ഞാൻ നേരത്തെ കാണിച്ചത് അടതാപ്പിൻ്റെ വിത്താണ്. അടുത്ത ദിവസങ്ങളിൽ നമുക്കത് നടുന്ന വീഡിയോ കാണാം. അപ്പോൾ അതൊക്കെ കാണുമെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.